ഹലോ ഹായ് നമസ്കാരം. ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം രണ്ട് ലെൻസുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. അതായത് മാക്രോ ലെൻസും നോർമൽ ലെൻസും തമ്മിലുള്ള വ്യത്യാസമാണ്. എനിക്ക് വരുന്ന ചോദ്യങ്ങളിൽ കൂടുതൽ പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഇതാണ്: ഒരു 400 mm ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു ലെൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് മാക്രോ ഫോട്ടോ എടുക്കാൻ പറ്റില്ലേ? എന്തിന് നമ്മൾ മാക്രോ ലെൻസ് തന്നെ തേടി പോകണം, അല്ലെങ്കിൽ എന്തിനത് അത് വാങ്ങിക്കണം എന്നുള്ളൊരു ചോദ്യം. അപ്പം എന്താണ് ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം. അപ്പോൾ ആദ്യമായിട്ട് ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സബ്ജക്റ്റിൻ്റെ എത്രത്തോളം അടുത്ത് നമുക്ക് എത്താൻ പറ്റുന്നതാണോ അത്രയും അടുത്ത് പോയി കഴിഞ്ഞാൽ മാക്സിമം ഡീറ്റെയിൽസ് കിട്ടും എന്നാണ് നോർമലി പറഞ്ഞു വരുന്നത്. ആ ഒരു തത്വം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്രോ ലെൻസ് വെച്ച് ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വളരെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ നോർമൽ ലെൻസിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റിൽ നിന്ന് ലെൻസിലോട്ട് ഒരു നിശ്ചിത ദൂരം വിട്ടിട്ടേ അത് ഫോക്കസ് ആവുള്ളൂ. വളരെ ക്ലോസ് ആയി വന്നാൽ ഫോക്കസ് ആവില്ല. നോർമലി ഒരുവിധം ലെൻസിനൊക്കെ കാനൻ്റെ ഒക്കെ ആണെങ്കിൽ 45 cm ആണ്. എനിക്ക് തോന്നുന്നു ടോക്കിനയുടെ 1-2 ലെൻസ് 32 cm ഡിസ്റ്റൻസ്, അതായത് മിനിമം ആ ഡിസ്റ്റൻസ് വരെ അത് ഫോക്കസ് ആവുള്ളൂ. അതിൻ്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഫോക്കസ് ആവില്ല. അത് നോർമൽ ലെൻസിനുള്ള ഒരു പ്രശ്നമല്ല, അതിൻ്റെ ഡിസൈൻ അങ്ങനെയാണ്. നോർമൽ ലെൻസ് എന്ന് പറയുന്ന സാധനം ഒരു വലിയ സബ്ജക്റ്റിനെ ചെറുതാക്കിയിട്ടാണ് നമ്മൾ സെൻസറിൽ എത്തിക്കുന്നത്. നമ്മുടെ സെൻസർ അറിയാം, ഒരു 36x24 mm സൈസുള്ള ഒരു സെൻസറിലേക്ക് ഇപ്പം എൻ്റെ ഈ ഫുൾ ബോഡി 5 feet ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 6 feet ഉള്ള ഒരാളെ ചെറുതാക്കി ഈ 1 inch സൈസിലോട്ട് അല്ലെങ്കിൽ ഈ ഫുൾ ഫ്രെയിം സൈസിലോട്ട് ചെറുതാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതേസമയത്ത് മാക്രോ ലെൻസ് ചെയ്യുന്നത്, മാക്രോ ലെൻസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് മാക്രോ ഫോട്ടോഗ്രാഫി എന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു സാധാരണ സ്റ്റാൻഡേർഡ് വെച്ച് പറഞ്ഞു വരുന്നതിൽ 5 cm, അതായത് 50 mm മുതൽ 5 mm അതിൻ്റെ ഇടയിൽ വലിപ്പമുള്ള വസ്തുക്കളെയാണ് നോർമലി മാക്രോ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുക. അപ്പം 5 cm മാക്സിമം സൈസ് വരാം. അതിൽ കൂടുതലുള്ളത് മാക്രോ ലെവലിലോട്ട് വരില്ല. നമുക്ക് പക്ഷേ മാക്രോ ലെൻസ് ഉപയോഗിച്ചിട്ട് ഏത് ഫോട്ടോയും എടുക്കാം. പക്ഷേ മാക്രോ എന്നുള്ള ഒരു ഗണത്തിൽ വരണമെങ്കിൽ അപ് ടു 5 cm, ഒരു 5 cm വലിപ്പമുള്ള വസ്തുക്കളെയാണ് നോർമലി മാക്രോയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഈ മാക്രോ ലെൻസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയ വസ്തുവിനെ അതിന് തുല്യം അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി വലിപ്പത്തിലാക്കിയിട്ട്, അല്ല ഇരട്ടിയല്ല, അതിൽ ഒരുപാട് 10 മടങ്ങ് വലിപ്പത്തിലാക്കിയിട്ട് നമ്മുടെ സെൻസറിലോട്ട് എത്തിക്കുന്നു. അതായത് ഒരു 1 cm ഉള്ള ഒരു വസ്തു നമ്മുടെ മാക്രോ വെച്ച് ഫോട്ടോ എടുക്കുമ്പോൾ അത് ചിലപ്പം 1 cm, അതായത് സെൻസറിൽ നമുക്കറിയാം 24 mm ആണ് ഹൈറ്റ് ഉണ്ടാവുക. ആ സെൻസറിൽ ഇവിടെ ഉണ്ടായിരുന്ന വസ്തുവിൻ്റെ അതേ സൈസിൽ അത് പ്രതിബിംബം അതിൽ പതിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ 1:1 റേഷ്യോ ഉള്ള മാക്രോ ലെൻസ് എന്ന് പറയും. സബ്ജക്റ്റിനെ വലുതാക്കി കാണിക്കാനുള്ള കഴിവിനെ മാഗ്നിഫിക്കേഷൻ റേഷ്യോ എന്നാണ് പറയുക. അത് നോർമൽ മാക്രോ ലെൻസിൽ 1:1 കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഈച്ചയെ പുറത്ത് കാണുന്ന ഒരു ഈച്ച, അതിനൊരു 24x36 mm ഉള്ള ഒരു ഫ്രെയിം ഇട്ടാൽ ആ സൈസിൽ നമ്മുടെ സെൻസറിൽ അത് പതിയുന്നുണ്ടെങ്കിൽ അതിനെ 1:1 എന്നാണ് പറയുക. ഇപ്പോൾ ചില ലെൻസുകളിൽ 5 times മാഗ്നിഫൈ ചെയ്യാൻ പറ്റുന്നതുണ്ട്. അതിനെ എക്സ്ട്രീം മാക്രോ എന്നാണ് അതിന് പറയുക. അപ്പോൾ അങ്ങനെയുള്ള ലെൻസുകളുടെ വസ്തുക്കളുടെ സബ്ജക്റ്റിനെ വലുതാക്കി കാണിക്കാനുള്ള കഴിവിനെയാണ് മാഗ്നിഫിക്കേഷൻ റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, മാക്രോ ലെൻസിന് ഫോക്കസ് ചെയ്യാനുള്ള ഡിസ്റ്റൻസ്, ലെൻസും സബ്ജക്റ്റും തമ്മിലുള്ള ദൂരം വളരെ കുറവാണ്. അത് ഈവൻ നമ്മൾക്കൊരു 1 cm ഡിസ്റ്റൻസിൽ പോലും വെച്ചിട്ട് നമ്മൾക്ക് സബ്ജക്റ്റ് ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കാനുള്ള മറ്റൊരു കാര്യം, ഫോക്കൽ ലെങ്ത്ത്. അതായത് ഇപ്പോൾ നോർമൽ മാക്രോ ലെൻസ് 60 mm ആണ് നോർമലി പറഞ്ഞു വരുന്ന ഒരു ഏറ്റവും ചെറിയ ഒരു മാക്രോ ലെൻസ്. അതിൻ്റെ താഴോട്ട് വരാറില്ല. അപ്പം നോർമലി ഒരു ചോദ്യം വരാം, 10 mm എന്തുകൊണ്ട് മാക്രോ ചെയ്യാൻ പറ്റുന്നില്ല? ഫോക്കൽ ലെങ്ത്ത് കൂടും തോറും സബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്ത് കാണിക്കാനുള്ള ഒരു കഴിവുണ്ടാവും. അപ്പോൾ നമ്മളൊരു 10 mm എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വൈഡാണ് ലെൻസ്. നമ്മൾ ആ സമയത്ത് അതിനെ മാക്രോ ലെവലിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് ഈ പറഞ്ഞതുപോലെ വലുതാക്കി കാണിക്കാൻ പറ്റില്ല. മാക്രോയുടെ മെയിൻ ഉദ്ദേശം ചെറിയ വസ്തുവിനെ വലുതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ 10 mm ലെവൽ അല്ലെങ്കിൽ 20 mm ലെവലിൽ പോയാൽ ഇതേപോലെ വലിയതാക്കി കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് 20 mm മാക്രോ ലെൻസ് ഇല്ലാത്തത്. 185 mm ആണ് എൻ്റെ ഒരു അറിവിലുള്ള ഒരു നല്ലൊരു മാക്രോ ലെൻസ്. 100 mm കോമൺ ആണ്, എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു മാക്രോ ലെൻസാണ് 100 mm മാക്രോ. ഇനി നേരത്തെ ചോദിച്ച അതേ ചോദ്യത്തിൻ്റെ തിരിച്ചു വരാം. അതായത് 400 mm ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു ലെൻസും
ലെൻസ് വെച്ചിട്ട് നമുക്ക് മാക്രോ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. നമ്മൾക്ക് അത് വെച്ചിട്ട് മാക്രോ എടുത്തു കഴിഞ്ഞാലും 400 mm ഫോക്കൽ ലെങ്ത് ഉണ്ടെങ്കിൽ നമ്മൾക്ക് കാണാൻ ആ സബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെങ്കിലും ആ ലെൻസിൻ്റെ ക്വാളിറ്റി വെച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആ ലെൻസിന് സാധിക്കില്ല. ആ ലെൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിനു വേണ്ടിയല്ല. കാരണം ദൂരെയുള്ള വസ്തുക്കളെ സൂം ചെയ്ത് നമുക്ക് വലുതായി കൊണ്ടുവരാം. അതിൻ്റെ ഡീറ്റെയിൽസിന് ഒരു മിനിമം സൈസ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ആ ലെൻസിലൂടെ കടന്നു വരുമ്പോൾ ആ ഡീറ്റെയിൽസ് നമ്മളുടെ സെൻസറിൽ രജിസ്റ്റർ ആവുള്ളൂ. വളരെ ഒരു മാക്രോ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. അതിൻ്റെ എഡ്ജസൊക്കെ വളരെ ചെറിയ, അതിലുള്ള ഡീറ്റെയിൽസ് വളരെ ചെറിയ വസ്തുക്കളായിരിക്കും. അപ്പോൾ ഈ വലിയ ലെൻസ് വെച്ചിട്ട് ആ ലെൻസിലൂടെ ആ പ്രകാശം കടന്നു വരുമ്പോൾ അത് ഡിസ്റ്റോർട്ട് ചെയ്തു പോകും. അപ്പോൾ നമുക്കത് സെൻസറിൽ അത് വ്യക്തമായി പതിയില്ല. അതുകൊണ്ടാണ് നമുക്ക് 400 mm വെച്ചിട്ട് നമുക്ക് മാക്രോ എടുക്കാൻ പറ്റാത്തത്. അതേസമയം 400 mm മാക്രോ എന്ന് പറഞ്ഞ ഒരു ലെൻസ് ആണെങ്കിൽ, 185 mm മാക്രോ ലെൻസ് ആണെങ്കിൽ അതിൽ കിട്ടുന്ന ഡീറ്റെയിൽസ് വളരെ ഷാർപ്പായിരിക്കും, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പിക്ചറായിരിക്കും നമുക്ക് കിട്ടുക. ഇതിൽ പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, മാഗ്നിഫിക്കേഷൻ റേഷ്യോ, അതായത് നമ്മുടെ പുറത്തുള്ള സബ്ജക്റ്റിൻ്റെ അതേ വലിപ്പത്തിൽ സെൻസറിൽ പറയുന്നുണ്ടെങ്കിൽ അതിനെ 1:1 മാഗ്നിഫിക്കേഷൻ റേഷ്യോ എന്നാണ് പറയുന്നത്. അതിനേക്കാൾ കൂടുതൽ മാഗ്നിഫൈ ചെയ്യാൻ കഴിവുള്ള ലെൻസുകളെ എക്സ്ട്രീം മാക്രോ അല്ലെങ്കിൽ എക്സ്ട്രീം മാക്രോ എന്നാണ് പറയുക. അത് നമ്മൾ ഒരു ഉറുമ്പിൻ്റെ ഒക്കെ എടുക്കുമ്പോൾ എക്സ്ട്രീം മാക്രോ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ കണ്ണൊക്കെ നമുക്ക് വളരെ വ്യക്തമായ ഒരു ഫ്രെയിമിൽ ക്ലോസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അതിന് ഫോക്കസ് ചെയ്യാന്നുള്ള, നോർമലി മാക്രോ എടുക്കുന്നവർ യൂസ് ചെയ്യുന്നത് മാനുവൽ ഫോക്കസ് ആണ്. കാരണം ഓട്ടോ ഫോക്കസിൻ്റെ ഒരു ടെക്നോളജി വെച്ചിട്ട് ഇത്രയും മൈന്യൂട്ടായ സബ്ജക്റ്റിൽ കോൺട്രാസ്റ്റ് ഡിറ്റക്ട് ചെയ്തിട്ട് അതിന് ഫോക്കസ് ചെയ്യാൻ വളരെയധികം, ലെൻസിൻ്റെ മോട്ടോർ അവിടെ കറക്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം എപ്പോഴും ലെൻസിൻ്റെ മോട്ടോർ തിരിഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ, ഫോക്കസ് ആവില്ല. ആ സമയത്ത് നമ്മൾ മാനുവലായി നമ്മുടെ കണ്ണുപയോഗിച്ച് വ്യൂ ഫൈൻഡറിലൂടെ നോക്കി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, എന്നിട്ട് ഫോക്കസ് അവിടെ ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഷട്ടർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഷാർപ്പായ പിക്ചേഴ്സ് കിട്ടും. ഓട്ടോ ഫോക്കസ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഫോക്കസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഇത്രയൊക്കെയാണ് ഈ രണ്ട് ലെൻസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.